ചിലപ്പോൾ നമ്മൾ അനിഷ്ട കാര്യങ്ങൾ മാത്രം പറയുന്നത് കൊണ്ടായിരിക്കും. ആ അനിഷ്ടകരമായ കാര്യങ്ങൾ മാത്രം പറയാ, ആജ്ഞാപിക്കുക, തിരുത്തുക എന്നത് മാത്രം നമ്മളൊരു ഇതാക്കി മാറ്റാതെ എല്ലാ കാര്യവും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണോ? മക്കൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആണോ? ആണ് എങ്കിൽ എന്തു പ്രയാസം ഉണ്ടായാലും എന്ത് സന്തോഷം ഉണ്ടായാലും അവർ ആദ്യം വന്നിട്ട് പറയാ ഉപ്പയോടും ഉമ്മയോടും ആയിരിക്കും. അപ്പോ ഉപ്പയോട് തീരെ പറയാറില്ല എങ്കിൽ ഉപ്പ അത്രയേ ഉള്ളൂ അവരുടെ ഇന്നറിൽ നിന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് എല്ലാം പറയും, ഉപ്പയോട് പറയില്ല. ഉപ്പയോട് എല്ലാം പറയും, ഉമ്മയോട് പറയില്ല. ഉമ്മയോട് ഉപ്പയോടും പറയില്ല, ഫ്രണ്ട്സിനോട് പറയും, അല്ല ഗ്രാൻഡ് പാരന്റ്സിനോട് പറയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കാണ് അവര് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. നോക്കൂ, ചരിത്രത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുമ്പോൾ വന്നിട്ട് പിതാവിനോടാണ് പറയേണ്ടത്, അല്ലെ? യാ അബത്തി, എന്റെ ഉപ്പച്ചി എന്നാണ്. വളരെ ഒരു സ്നേഹ നിർഭരമായിട്ടുള്ള ഒരു വിളിയാണത്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഞാൻ ഇങ്ങനെ പിന്നെ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പിതാവ് പറയാൻ, മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് നീ ഈ കഥ പറയരുത് എന്ന് പറയുകയാണ് പിതാവ്. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു ഇൻസിഡന്റും പിതാവിനോട് വന്നിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പിതാവും ആ മകനും തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷനുള്ള ആ ഡോർ ഓപ്പൺ ആണ്. പലപ്പോഴും ആ ഡോർ ക്ലോസ്ഡ് ആണ് പലരുടെയും അടുത്ത്. ഒരു വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ കമ്പനിയെ മാനേജ് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര പ്രൊഫഷണലൊക്കെ ആയിരിക്കാം. പക്ഷെ വീട്ടില് മക്കൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഡോർ ഓപ്പൺ ആകാതിരിക്കുക എന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് മക്കളുമായിട്ട് എപ്പോഴും നമ്മൾ സംവദിക്കുക എന്നുള്ളതാണ് അവരിൽ ദീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം. അത് നമ്മൾ മരിക്കണ വരെ നടക്കണം. ഇപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം ഒക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? യാ ബനി ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീന് തെരഞ്ഞെടുത്തു തന്നാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമുൻ, മുസ്ലിം ആയിട്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുത്. മുസ്ലിം, ഇസ്ലാം എന്നത് ഒരു പ്രൗഡാണെന്നും ഇസ്ലാമിന്റെ ബ്യൂട്ടി അത് എന്താണെന്നൊക്കെ കുട്ടികൾക്ക് പിതാക്കന്മാരിൽ നിന്ന് കിട്ടണം. നമ്മൾ ഇത്ര ഫീസ് അടക്കണ്ടല്ലോ, മദ്രസക്ക് പറഞ്ഞേക്കുണ്ടല്ലോ, അപ്പോ അവരുടെ ഉത്തരവാദിത്തമാണ് നോക്കല്. എന്റെ ഉത്തരവാദിത്തം ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കലാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്റെ മകനെ പഠിപ്പിക്കലാണ് എന്ന് വിചാരിക്കുന്ന അധ്യാപകരുണ്ട്. ഏഹ് എന്റെ ഉത്തരവാദിത്തം എന്റെ കമ്പനി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകലാണ്, എന്റെ മക്കളെ നോക്കേണ്ട പണി നിങ്ങൾക്കാണ് എന്ന് വിചാരിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് മക്കളുമായി നല്ലൊരു ആശയവിനിമയം നടത്താനാണ്. രണ്ടാമത്തെ കാര്യം, അടിസ്ഥാന വിശ്വാസങ്ങൾ പകർന്നു നൽകുക. പൊന്നുമോനെ, യഹ്ഫദില്ലാ യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ റസൂലുള്ള വാഹനപ്പുറത്ത് ഇരുത്തിയിട്ട് കൊടുത്ത ഉപദേശമാണത്. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ നീ എവിടെയാണോ ഉള്ളത് അവിടൊക്കെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. നീ മനസ്സിലാക്കിക്കോ, ലോകം മുഴുവൻ നിനക്കൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചു, അള്ളാഹ് നിനക്കത് ഉദ്ദേശിച്ചില്ലെങ്കിൽ കിട്ടൂല. ലോകം മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ച് അള്ളാഹ് നിനക്കത് വിധിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല. അടിസ്ഥാന വിശ്വാസം രൂഢമൂലമാക്കുക, അത് ഫൗണ്ടേഷനാണ്. ഒരു ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി, അതിന്റെ കേപ്പബിലിറ്റി, അതിലെത്ര മുകളിലേക്ക് ഉയർത്താൻ പറ്റും, അതൊക്കെ നോക്കുന്നത് അതിന്റെ ബേസ്മെന്റിന്റെ പവറും അതിന്റെ സെറ്റപ്പും അതിന്റെ നിർമ്മിതിയിലുള്ള പെർഫെക്ഷനും നോക്കിയിട്ടാണ്. ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്ന തൗഹീദാണ്, വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം ശരിക്കും നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുള്ള കാലാണത്. എല്ലാ മതവും ശരിയാണ്, മനുഷ്യൻ നന്നായാൽ മതി, മതത്തിന്റെ ആവശ്യമില്ല, ഏഹ് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ഖുറാന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, ദീനിനെതിരെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന, ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അത്ര സേഫ് ആയിട്ട് ജീവിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഉള്ളിൽ മൂല്യങ്ങൾ ചോർത്തിക്കളയാനുള്ള, ഡയറക്റ്റ് ഇസ്ലാമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഉള്ളിലെ ആ മൂല്യങ്ങൾ, ഇസ്ലാമിക മൂല്യത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് അവരെ മറ്റുള്ളവരുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടുത്തെ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുരോഗമനവാദികൾ എന്നറിയപ്പെടുന്ന വലിയ വലിയ മോട്ടിവേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ ചെയ്യാനുള്ളത് അതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലും അതിന്റെ സ്വാധീനം ഇല്ലെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ പെൺകുട്ടികളുള്ള ആൾക്കാർ ചോദിച്ചു നോക്കണ്ടി, മോളെ കല്യാണം നോക്കല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പുതിയ ട്രെൻഡുകളെ കുറിച്ച് മക്കളോട് ചോദിച്ചു നോക്കണ്ടി, അപ്പൊ അറിയാം അവർക്ക് ഇതിന്റെ സ്വാധീനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അവർ ചൂസ് ചെയ്യുന്ന മിഠായിയും അവർ കാണാൻ ആഗ്രഹിക്കുന്ന കാർട്ടൂണും അവർ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർമാരൊക്കെ ആരാണെന്ന് നോക്കുക. അവർ കാണുന്ന ഡ്രാമാസ്, അവർ കാണുന്ന ഇതൊക്കെ ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം
ഈ മീഡിയകളുടെ സ്വാധീനം നമ്മുടെ കുട്ടികളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും പറഞ്ഞത് 100% സത്യമാണെന്നും അത് അത്ഭുതമാണെന്നും അത് ദൈവീകമാണെന്നും അതിനെ വെല്ലാൻ ഒരാൾക്കും സാധിക്കില്ലെന്നും അള്ളാഹുവിനെ പോലെ കൃത്യമായി സത്യം പറയുന്ന ഒരാളുമില്ലെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ ചെയ്തത്? തഅല്ലമനൽ ഈമാൻ. പ്രവാചകൻ ഞങ്ങൾക്ക് ഈമാൻ പഠിപ്പിച്ചു തന്നു. ഖബല അൻ നതഅല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈമാനാണ് പകർന്നു നൽകിയത്. ആ ഈമാൻ, ആ വിശ്വാസ കാര്യങ്ങൾ ശരിക്ക് രൂഢമൂലമായപ്പോൾ പിന്നീട് ഖുർആൻ ഓതി തന്നപ്പോൾ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സംശയങ്ങളിൽ നിന്ന് മുക്തമായിട്ട് പ്യുവറായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഈമാൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലവുമായി ചേർത്ത് വെച്ചാണ് പറയുന്നത്. ഇന്ന് ലിബറലിസം അത് കലാലയങ്ങളിലേക്ക് ബോധപൂർവം കടത്തിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മളടക്കം അറിയാതെ ലിബറലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്താ പണി? ട്രെൻഡിനൊപ്പം അല്ലെ? വിശ്വാസി ട്രെൻഡിനൊപ്പമല്ല, വിശ്വാസി പ്രമാണത്തോടൊപ്പമാണ്. എഴുതി വെക്കുക, വിശ്വാസി പ്രമാണത്തോടൊപ്പമാണ്. അപ്പോൾ നമുക്കടക്കം ആ ഒരു ലിബറലിസം കടന്നുകൂടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പോകാനല്ല. അപ്പൊ കുട്ടികൾ എത്ര സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊന്നും വിട്ടുകൊടുക്കാതെ കൃത്യമായിട്ട് ഈമാൻ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം തരം ശരിയായ ഇസ്ലാമിക സോഴ്സുകളിലേക്ക് കുട്ടികളെ അടുപ്പിക്കുക. ഇപ്പൊ ഗെയിം, ഫോണ്, അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ദീന് പഠിക്കാനും ദീന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുള്ള വെബ്സൈറ്റുകളും അതുപോലെ തന്നെയുള്ള വീഡിയോകളും അതുപോലെയുള്ള പീസ് റേഡിയോയിലൊക്കെ ഉള്ള നിരവധി പരിപാടികളും ഒക്കെ ആയിട്ട് അവരെ ബന്ധിപ്പിക്കാം. ദീനിനെയും ദീനിന്റെ ആളുകളെയും പണ്ഡിതന്മാരെയും പ്രബോധക സംഘങ്ങളെയും ഒക്കെ മോശമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിൽ ഒക്കെ അധികാരമോഹമാണ്, സ്വാർത്ഥതയാണ്, താടി വെച്ചവരൊക്കെ കള്ളന്മാരാണ്, പണ്ഡിതന്മാരൊക്കെ കൊള്ളക്കാരാണ്, എന്നിങ്ങനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് പ്രസ്താവന ഇറക്കുന്നതിന് പകരം നേർക്കുനേരെ കൃത്യമായി പ്രമാണത്തെ പഠിപ്പിക്കുന്ന വേദികളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ദീനിനോടും ദീനിന്റെ ആളുകളോടും ഒരു പിന്നെ മതിപ്പുണ്ടാക്കുന്ന കോലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ വളർത്തുക എന്നുള്ള. ഇന്നത്തെ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ ദീനും ദീനിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഹാസ്യമായിട്ടാണ് അവർ കാണുന്നത്. ദീനിനെയാണ് പലപ്പോഴും പരിഹസിക്കുന്നത്. ഹറാമാണെന്ന് പറഞ്ഞ് കള്ളുകുടിക്കുന്ന, വിസ്മി ചൊല്ലി തോന്നിയാസങ്ങൾ ചെയ്യുന്ന, ഇസ്ലാമിക നാമധാരികൾ തന്നെ ഇസ്ലാമിനെ ട്രോളുന്ന ഒരു കാലത്ത് ശരിയായ സോഴ്സിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ശരിയായ പണ്ഡിതന്മാരെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുക, കുടുംബസമേതം ദീന് പഠിക്കുന്ന വേദികളിൽ വരിക, അങ്ങനെ കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ദീനിനെ കുറിച്ചുള്ള അവമതിപ്പ് ഒഴിവാക്കിയിട്ട് ദീനിൽ മതിപ്പും അഭിമാനവും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും വഴിവിട്ട സോഴ്സുകളിൽ നിന്ന് ശരിയായ ഇസ്ലാമിക് സോഴ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ ഉണ്ടാവണം. അവര് പഠിച്ച് ബോധ്യപ്പെട്ട് വളരട്ടെ. ശരിയായ സോഴ്സിൽ നിന്ന് ദീന് പഠിച്ച് അവര് ബോധ്യപ്പെട്ട് വളരട്ടെ. ഇപ്പൊ ചില പാരന്റ്സിനൊക്കെ ഒരു ബേജാറുണ്ട്. കുട്ടികളൊക്കെ പഠിച്ച് നന്നായാൽ ഇപ്പൊ നമ്മളെക്കാളും മുകളിൽ അവർ പോകുമോ, ദീന് കുറച്ചും കൂടെ അവർ ശുദ്ധത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാവിയെ കുറിച്ച് എനിക്ക് ഭയങ്കര ആശങ്ക ഉണ്ട് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടുന്നു വേണ്ട. പടച്ചോൻ നമ്മളെ ഒരു സബബായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക. മക്കൾ ദീൻ പഠിച്ചതിന്റെ പേരിൽ അവർക്കൊന്നും മിസ്സാവൂല. പിന്നെ നമുക്ക് നമ്മുടെ പാരന്റ്സ് ഉണ്ടാക്കി തന്നതല്ലല്ലോ, നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജീവിക്കുകയാണ്. അവരുടെ പ്രായവും സംഗതിയൊക്കെ എത്തുമ്പോൾ അവർ അധ്വാനിച്ച് ജീവിക്കും. അതുകൊണ്ട് അവരുടെ ജോലിയും അവരുടെ കാര്യങ്ങളും അവരുടെ മറ്റു സംഗതികളൊക്കെ ആലോചിച്ചിട്ട് ദീന് കൂടുതൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്ന ഒരു 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 നരേഷൻ ഒരിക്കലും നമുക്കുണ്ടാവേണ്ടതില്ല. ശരിയായ ദീന് അത് കുട്ടികളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ എല്ലാ രംഗത്തും പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യാൻ. ആ ഒരു ചിന്ത നമുക്കുണ്ടാവുക, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ശരിയായ സോഴ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ അവരുടെ നല്ല സമയവും അവരുടെ നല്ല കഴിവുകളും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടി അവസരം നൽകുക. ഇന്നിപ്പോ ഞാനൊരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഒരു ക്ലാസ് എടുക്കണേ. ഇന്നിപ്പോ ക്ലാസ്സിന് ശേഷം ഒരു ഹാഫിളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കലും അവൻ്റെ ഒരു ഖിറാഅത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടുത്തെ ഭാരവാഹികളെ പ്രശംസിച്ചു. കാരണം അത് പാടില്ല, ഇത് പാടില്ല, മറ്റത് പാടില്ല എന്ന് പറയുമ്പോൾ പാടില്ല പാടില്ല എന്ന് മാത്രമാണ് കുട്ടികൾ കേൾക്കുന്നത്.
എന്ത് പറ്റും എന്നത് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറ്റാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കഴിവിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയ, അവർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ, അവർക്ക് എൻജോയ്മെന്റ് കിട്ടുന്ന ഹലാലായിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. അവർക്ക് വളരാൻ പറ്റിയ ഇടങ്ങളുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അവരുടെ സമയം വിനിയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിലെ ആർട്സും സ്പോർട്സും ഇതൊക്കെ വരുമ്പോൾ അത് കളി തന്നെയാണല്ലോ സത്യം പറഞ്ഞാൽ. പക്ഷെ ആ കളി കൊണ്ട് കുട്ടിക്ക് ഫ്യൂച്ചറിൽ യൂസ് ഉണ്ട്. അവന്റെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അവന്റെ അക്കാഡമിക്കലി അവന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് അത് വർത്തിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ കളിക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് കളിക്കെതിരെ നമ്മൾ സംസാരിക്കണേ? ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുക. സ്കൂൾ വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കളി, വായനല്ല ഒന്നുമില്ല, ഫുള്ള് കളി. അപ്പൊ ആ കളി നിന്റെ ഫ്യൂച്ചർ നശിപ്പിക്കും. എന്നാൽ നീ കളിക്കണം, നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി കളിക്കണം. അങ്ങനെ കളിച്ചാൽ നിനക്ക് മെഡൽ കിട്ടും, നിനക്ക് റിസൾട്ട് കിട്ടും, നിനക്ക് കൂടുതൽ ഹൈ ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോ നിനക്ക് പിന്നെ സമൂഹത്തിൽ നല്ലൊരു ഇതുണ്ടാവും, നിനക്ക് മറ്റു രംഗത്തത് ഉപയോഗപ്പെടും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ നല്ല വെറുതെ ഫോൺ തോണ്ടിയിരിക്കുക, കുറെ ഗെയിം കളിക്കുക, കുറെ ഷോർട്സും റീൽസും കാണുക, കുറെ കാർട്ടൂൺസ് കാണുക, മറ്റുള്ളൊരു ഗെയിം കളിക്കുന്നത് അത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വെറുതെ അലഞ്ഞു നടക്കാനും വെറുതെ സമയം പാഴാക്കാനും അനുവദിക്കാതെ അവരെ സമയവിനിയോഗം ചെറുപ്പം മുതൽക്കേ ശീലിപ്പിച്ച് ഒരു ഷെഡ്യൂളിങ് അവരെ പഠിപ്പിച്ച് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നതാണ്. സ്കൂളത്തെ കാര്യം പഠിക്കുന്നുണ്ട്, മദ്രസത്തെ കാര്യം പഠിക്കുന്നുണ്ട്. അതിനു പുറമെ കുട്ടികൾക്ക് സ്കിൽസ് വളർത്തിയെടുക്കാൻ പറ്റും, ഹിഫ്ള് പഠിക്കാൻ പറ്റും, ദുആകൾ പഠിക്കാൻ പറ്റും, പീസ് റേഡിയോ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പറ്റും. അല്ലെ? എല്ലാ ഈവനിങ്ങും 5 മണി മുതൽ 6 മണി വരെ കുട്ടികളുടെ ലൈവാണ് പീസ് റേഡിയോയിൽ. അവർക്ക് ലൈവായിട്ട് കേൾക്കാം, ചോദിക്കാം, പാട്ടുപാടി അയച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചു വിടുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റും മാറും. വെറുതെ എന്തെങ്കിലും കളിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ദുനിയാവിലും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നാലാമത്തെ കാര്യം, അവരുടെ സമയവും കഴിവൊക്കെ അവർക്ക് താല്പര്യമുള്ള നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. അവർക്കുള്ള താല്പര്യം, അവരിൽ താല്പര്യം ജനിപ്പിക്കാനും കൂടെ നമുക്ക് സാധിക്കേണ്ടത്. വെറുതെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല. മറിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് സ്വമേധയാ താല്പര്യത്തോടു കൂടെ ചെയ്യിക്കുന്ന അവസ്ഥ ഉണ്ടാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ കുറിച്ച് നല്ലൊരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഡ്രീംസും ഗോൾസും അംബിഷൻസും ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് കുറച്ച് വാദോരാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ അത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോ പിന്നെ ഖുറാനില് അല്ല പിന്നെ സക്കരിയ നബി അലൈഹി സ്വലത്തു വസ്സലാം കുഞ്ഞിനെ ചോദിക്കുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? അള്ളാഹുവെ, എനിക്ക് അങ്ങേറ്റം വയസ്സായിട്ടുണ്ട്, എന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കൂല. പക്ഷെ നിന്റെ അടുക്കൽ നിന്ന് നല്ലൊരു കുട്ടിയെ നീ എനിക്ക് തരണം. എന്താ അതിന്റെ പ്രത്യേകത? അവൻ നിന്റെ വലിയ ആയിരിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. എരിസുനിയോ എരിസുമിൻ ആലി യാക്കൂബോ വജഅൽഹു റബ്ബി റദിയ, നിനക്ക് തൃപ്തിപ്പെട്ട ആളായിരിക്കും വേണം, നബി ആയിരിക്കും വേണം. അപ്പൊ എനിക്ക് ഒരു കുട്ടിനെ ചോദിക്കുമ്പോ സക്കരിയ നബി ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അള്ളാന്റെ ഒരു വലിയ ആയിരിക്കണം, ഏഹ് നല്ല ദീനുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇൽമും അമലുമുള്ള നുബുവത്ത് ഉടമപ്പെടുത്തുന്ന കുട്ടിയായിരിക്കണം എന്നുള്ളതാണ്. അത് മതത്തിന്റെ നേതൃത്വമാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മതൊന്നും വേണ്ട, നിസ്കരിച്ചാൽ മതി, അങ്ങനെയല്ല. മതത്തിന്റെ നേതൃത്വമാക്കണം എന്റെ കുട്ടിനെ. അപ്പൊ നല്ലൊരു മതബോധമുള്ള ഒരു കുട്ടിയായിട്ട് എന്റെ കുട്ടി, അവൻ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അതിന്റെ കൂടെ അവൻ ഹാഫിളായിരിക്കണം, ഒരു പണ്ഡിതനായിരിക്കണം, നല്ല പ്രബോധകനായിരിക്കണം, നല്ല സാമൂഹ്യ സേവകനായിരിക്കണം, നല്ല കപ്പാസിറ്റിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം. അപ്പൊ നമ്മൾ വേദികളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വളരെ ചെറുപ്രായക്കാരാണ് വലിയ വലിയ കൊമ്പന്മാർ. വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ നിരങ്ങിയിരുന്ന ആൾക്കാർ ഇപ്പൊ പേടിച്ച് വിറച്ചിട്ടാണ് ഇസ്ലാമിക വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ആരാണ് അവരുടെ പേടി സ്വപ്നങ്ങൾ? നമ്മുടെ കൂട്ടത്തിലെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് നിരീശ്വരവാദികൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ലൊരു സ്വപ്നം കാണുക പറഞ്ഞാൽ ആ ഒരു നിലയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നം കാണുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, ദീനിനെ സ്നേഹിക്കുന്ന നല്ല കൂട്ടുകെട്ട് അവൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ സാഹചര്യങ്ങൾ അവനെ നന്നായി സ്വാധീനിക്കും. ഒരാൾ എവിടെ കൊണ്ടുപോയിട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണോ അതിനനുസരിച്ച് അവൻ മാറും എന്നുള്ള, മനുഷ്യർ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാള് അയാളെ കുറിച്ച് അറിയണമെങ്കിൽ അവൻ ആരെ കൂടെ നടക്കണം എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ അവന്റെ സ്വഭാവം തന്നെ ആയിരിക്കും അവന്.
ഏത് ചെയ്യാൻ അറക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ ഒരു മനുഷ്യനെ എത്തിക്കണത് ആരാണ്? അവന്റെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് നല്ലൊരു സുഹൃത്ത് വലയം, ഇപ്പൊ നമ്മള് പുറത്തൊക്കെ ജോലി ആവശ്യാർത്ഥമൊക്കെ പോകുമ്പോ നമ്മള് ഒരു പ്രവാസ ജീവിതം പോലെ തന്നെയാണ്. അവിടെ പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും, പല ഭാഷ സംസാരിക്കുന്നുണ്ട്, പല നാട്ടുകാരുണ്ടാവും, പല കൾച്ചർ ഉള്ളവരുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാർ തന്നെ അവിടെ പിന്നെ അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടിട്ട് യാതൊരുവിധ അതിർവരമ്പും ഇല്ലാതെ പിന്നെ ഇതാക്കുന്ന ആൾക്കാരുണ്ടാവും. ഏഹ് അത്തരം ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ സമ്മതിക്കാതെ നല്ല റിലീജിയസ് ആയിട്ടുള്ള, നല്ല ദീനിബോധമുള്ള, നല്ല സൽസ്വഭാവമുള്ള, ഈ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നല്ല ആളുകളുടെ കൂടെ സഹകരിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഏഴാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നല്ലൊരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവാം. വീട്ടിൽ നല്ലൊരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. വീട്ടിൽ വ്യവസ്ഥ വേണം. നിസ്കാരത്തിന്, ഭക്ഷണത്തിന്, ഉറക്കത്തിന്, പഠനത്തിന്, അതുപോലെ തന്നെ കളികൾക്ക്, യാത്രകൾ, അങ്ങനെ ഒരു നല്ലൊരു പ്ലാന് നമ്മുടെ വീടിന്റെ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ വലിയ സ്വപ്നങ്ങളൊക്കെ കാണും മക്കളെ കുറിച്ച്, പക്ഷെ അതിൽ കാര്യമായിട്ടൊരു വർക്കൗട്ടോ ഒരു പ്ലാനിങ്ങോ ഒരു കാഴ്ചപ്പാടോ അതൊന്നും ഉണ്ടാവില്ല. എന്നാൽ ബാക്കി കാര്യത്തിനൊക്കെ ഭയങ്കര മൈക്രോ പ്ലാനിങ്ങും, ഭയങ്കര ഫോളോ അപ്പും, ഭയങ്കര ഇവാലുവേഷനും, ഭയങ്കര ഡിസ്കഷനും, ഭയങ്കര റിസർച്ചും ഒക്കെ നടക്കുന്നുണ്ടാവും. കുട്ടികളുടെ കാര്യത്തിൽ മാത്രം, കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു അലസ സമീപനം സ്വീകരിക്കുന്ന, അവർ വീട്ടിലേക്ക് തിന്നാനുള്ള സാധനങ്ങൾ കൊണ്ട് ഇട്ട് കൊടുത്താൽ അത് തിന്ന് ജീവിച്ചോളും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അതിനനുസരിച്ചുള്ള വളർച്ചയെ ഉണ്ടാവുള്ളൂ. അല്ല, ഇന്റൻഷനലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തലത്തിലേക്ക് എത്തിക്കണം എന്നും, അവൻ നല്ല റിലീജിയസ് ആയിരിക്കണം എന്നും, നല്ല സൽസ്വഭാവമുള്ളവനായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളൊരു വ്യവസ്ഥ വീട്ടിൽ കൊണ്ടുവരണം. നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറയുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക എന്നൊരു നിയമം ഉണ്ടായാൽ പിന്നെ അവിടെ നിസ്കാരമാണ് ആദ്യം, പിന്നെയാണ് ഫുഡ്. അങ്ങനെ ഒരു വ്യവസ്ഥ എല്ലാറ്റിനും ഉണ്ടായി കഴിഞ്ഞാൽ, പുസ്തകം വെക്കാനൊരു സ്ഥലം, ഡ്രസ്സ് വെക്കാനൊരു സ്ഥലം, അങ്ങനെ ഓരോന്നിനും ഒരു വ്യവസ്ഥ. ഭൗതിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ, നമ്മൾ ദീനി കാര്യങ്ങളാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നിസ്കാരം, ഭക്ഷണം, ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വ്യവസ്ഥയുള്ള വീട്ടിൽ നിന്ന് വളരുന്ന മക്കള് അവരെ എവിടെയും കൊണ്ടുപോയി വെക്കാനും, അവരെ എവിടെയും തിളങ്ങുന്നതായിട്ടും, അവരുടെ പ്രൊഫഷൻ ആകട്ടെ, അവരുടെ മറ്റു കാര്യങ്ങൾ, പഠനമാകട്ടെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളല്ലേ, അവര് കുറച്ചങ്ങനെ ജീവിക്കട്ടെ. ശരിയാണ്, കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ മർമ്മങ്ങൾ പകർന്നു കൊടുക്കാനും ഒരു വ്യവസ്ഥയിലൂടെ അവർ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കാം. എട്ടാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാറുണ്ട് വെച്ചാൽ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഉത്തരം കിട്ടുന്ന സമയത്ത് മനമുരുകി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എന്നാണ് സത്യം. ചെറിയ മക്കൾക്ക് വരെ നല്ല ദീനീബോധമുള്ള ഇണകളെ നൽകണേന്ന് വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അത്രയും ദീർഘദൃഷ്ടിയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല്, പ്രാർത്ഥന നമ്മുടെ ഒരു വലിയൊരു ആയുധമാണ്. മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത്, ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മക്കൾക്ക് ദീനും സൽസ്വഭാവമൊക്കെ ഉണ്ടാകാനുള്ള വലിയൊരു സബബാണ്. ഒമ്പതാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. അത് പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആകുന്ന വിഷയമാണ്. പക്ഷെ അതിലെ ഫെയിലിയർ നന്നായിട്ട് കുട്ടികളിൽ എഫക്റ്റ് ചെയ്യുന്ന വിഷയമാണ്. അതെന്താണ്? അത് നമ്മുടെ ദീനാണ്. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മദ്രസയിൽ നിന്നും അല്ലാതെയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ പലയിടത്തുനിന്നും അവർ കേൾക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികൾ എന്ന നിലക്ക് അവരുടെ ഉള്ളിലേക്ക് പോകുന്നുമുണ്ട്. ആ പഠിച്ചതിനെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാരൻസിൽ നിന്ന് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ എന്താണ് നമ്മൾ അവരോട് പറയുന്ന ദീനും സൽസ്വഭാവവും എന്നവർ ചിന്തിച്ചാൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നീ നല്ല നിലക്ക് നടക്കണം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്? മാതൃക ഉൾക്കൊള്ളേണ്ടത്. ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം? ഉമ്മാനെ പോലെ ആയിരിക്കണം എന്ന് പറയും ഉപ്പ പെൺകുട്ടികളോട്. ആൺകുട്ടികളോട് ഉമ്മ പറയണം ഉപ്പാനെ പോലെ ആയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയാൻ കെൽപ്പുള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ? സ്വന്തം നമ്മളെപ്പോലെ ആയിരിക്കണം, എൻ്റെ ദീന് പോലെ എൻ്റെ കുട്ടികളുടെ ദീന്, കുട്ടികൾ എന്നിൽ നിന്ന് ദീന് പഠിക്കട്ടെ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മിലാണ് അത് ഉണ്ടാകേണ്ടത്. നമ്മൾ എല്ലാവരും കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്കാരം, നിസ്കരിച്ചണം കുട്ടി. പിന്നെ ഓന് ഖുർആൻ ഓതാനും അറിയണം. അതോടുകൂടെ ദീൻ കഴിഞ്ഞു. എന്നാൽ അതല്ല ദീന്.
ദീന് എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള വിഷയങ്ങളിൽ മുഴുവൻ ദീനിന് ഗൈഡൻസ് തരാനുണ്ട്. ആ ഗൈഡൻസ് പാലിച്ചു പോവുക എന്നുള്ളതാണ്. കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലും സംസാരത്തിലും സാമ്പത്തികത്തിലും പെരുമാറ്റത്തിലും ഇടപെടലുകളിലും എല്ലാം ഒരു നേരം പോലും നിസ്കരിക്കാത്ത വാപ്പ ഏഹ് ആ വീട്ടിലെ മക്കൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? വീട്ടിൽ കയറി വന്ന് ഏഹ് സിനിമയും അനാവശ്യവും മ്യൂസിക്കും കേട്ടിരിക്കുന്ന ആളുകൾ എന്ത് മെസ്സേജാണ് കുട്ടികൾക്ക് നൽകുന്നത്? ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ട ഇടങ്ങളിൽ നിന്നും സൂക്ഷ്മത കാണിക്കാതെ വരുമ്പോൾ എന്ത് മെസ്സേജാണ് അവിടെ കൈമാറപ്പെടുന്നത്? ഭാര്യയും ഭർത്താവും ഭയങ്കര കലഹമാണ് വീട്ടിൽ. വായി തോന്നിയത് വിളിച്ചു പറയുന്നു, കയ്യിൽ കിട്ടിയത് വലിച്ചെറിയുന്നു. ഈ കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൈമാറുന്നത്? ഭാര്യയ്ക്കും ജോലി ഉണ്ടാവും, ഭർത്താവിനും ജോലി ഉണ്ടാവും. ഏഹ് മാരകമായ സൗന്ദര്യപ്പിണക്കങ്ങളും കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ്ങും, നീയാണോ വലുത് ഞാനാണോ വലുത് എന്ന നിലക്കുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ആരുമല്ല വലുത്, നമ്മുടെ ജീവിതമാണ് വലുത്. മനസ്സിലായില്ലേ? ആർക്കാണ് കൂടുതൽ ശമ്പളം, ആരാണ് കൂടുതൽ റാങ്ക് കൂടുതൽ, ഇതൊന്നല്ല വീട്ടില്, അതൊക്കെ പുറത്ത്. എല്ലാ അത്തരത്തിലുള്ള പവറൊക്കെ നമ്മൾ നമ്മുടെ പിന്നെ അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുക എന്നല്ലത്. വീട്ടിൽ നമ്മൾ ഉമ്മയും ഉപ്പയാണ്, ഭാര്യയും ഭർത്താവും. അവിടെ പിന്നെ ഞാനോ നീയോ എന്നല്ല, പരസ്പര സ്നേഹത്തോടെ ഇണക്കത്തോടെ സൗഹാർദ്ദത്തോടെ ആത്മാർത്ഥമായ സ്നേഹം അത് ഉള്ളിലുണ്ടാവുമ്പോ മനസ്സ് ഇണങ്ങുമ്പോ ശരീരം ഇണങ്ങും, വാക്കുകളും അതുപോലെ തന്നെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും നന്നാവും. അപ്പൊ ഏറ്റവും നല്ല സൽസ്വഭാവം ഹിയാർക്കും ലിഅഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കുടുംബത്തിൽ നന്നായിട്ട് പെരുമാറുന്നവനാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് നിസ്കാരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാം, സ്വഹാബത്തെ ഞാൻ ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ ഉമ്മയും വാപ്പയാണ്. ആദ്യത്തെ സ്കൂള് വീടാണ്, നമ്മുടെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് നമ്മൾ മാതൃകയാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയത് മദ്രസിന് കുട്ടികൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അതൊന്നും ചെയ്യുന്നില്ല, അതൊന്നും അവരനുഷ്ഠിക്കുന്നുമില്ല. അങ്ങനെയാകുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ തീർക്കാൻ നമുക്ക് ആർക്കും കഴിയൂല. ദീനത്തിറക്കം മതി, എന്റെ വാപ്പ അങ്ങനെയാണല്ലോ, എന്റെ അമ്മ അങ്ങനെയാണല്ലോ, ഞങ്ങൾ ഇവിടെ DJ പാർട്ടിക്ക് പോയിനല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് ഈ മഞ്ഞ കല്യാണവും ചുവപ്പ് കല്യാണവും പിന്നെ പിന്നെ എന്താണ് ബ്രൈഡ് ടു ബിയും ഗ്രൂം ടു ബിയും ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളെ ഫാമിലി എങ്ങനെയാണ്. അത് എവിടുന്നാ കിട്ടിയത്? അത് നമ്മളിൽ നിന്ന് കിട്ടിയതാണ്. സോ നമ്മൾ ആ ശരിയായിട്ടുള്ള ദുഖുലു ഫി ഇസ്ലാമി കാഫ, ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ കയറണം. മഗരിബായ കുട്ടി ഖുർആൻ ഓതുന്ന പരാതി ഉണ്ടാ? ആദ്യം നമ്മൾ ഖുർആൻ എടുത്തിട്ട് പോയിട്ട് നമ്മളോട് ഓതുക. കുട്ടികൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലായി ഖുർആൻ എടുത്തിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഓരോ ഓതും. നിസ്കരിക്കണില്ല പറയാൻ നമ്മൾ ജമാഅത്ത് കൃത്യമായിട്ട് ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ വേറെ പരിപാടിയില്ല. സുബ്ഹാനല്ലാഹ്, ബാങ്ക് കൊടുത്തല്ലോ, വേഗം നിസ്കരിക്കട്ടെ. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും ഇത് ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണ് ഇസ്ലാമില്. പുറത്തിറങ്ങുമ്പോ ഉമ്മന്റെ ഡ്രസ്സ് എന്താണ്, അതാണ് ഗേള് നോക്കുന്നത്. ആ ഉമ്മന്റെ ഡ്രസ്സ്, ഹിജാബ് ഇസ്ലാമിൽ ഒരു അനിവാര്യ ഘടകമാണെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് അവർ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഇടത്തോടെ അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പാരന്റ്സിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. വെറും നമ്മൾ പറയല് മാത്രമല്ല, പറച്ചിലിന് കുട്ടിയുടെ ജീവിതത്തിൽ വളരെ ചെറിയ സ്വാധീനമുള്ളൂ. എന്നാൽ നമ്മുടെ ചെയ്തികളാണ് കുട്ടികളെ ഏറ്റവും അധികം നോക്കുന്നത്. അതുകൊണ്ട് മാതൃകയാവുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നോട്ട് ഇറ്റ്. 10ാമത്തെ കാര്യം എന്താ പറയുക, കുട്ടികൾ ദീനിയായിട്ട് വളരാൻ എവിടെയായിരുന്നാലും നല്ല ദീനി അറ്റ്മോസ്ഫിയറിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും നമ്മുടെ ദീനിയായിട്ടുള്ള മൂവ്മെന്റുകളും പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. നന്മ പഠിക്കാനും അത് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകളും അവരുടെ സമയവും അവരുടെ സ്കിൽസും ഒക്കെ ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റിയിട്ടുള്ള ദീനീപരമായിട്ടുള്ള ദഅ്വാ രംഗത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടിപ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഡോളസൻസിലൊക്കെ എത്തുമ്പോഴാണ് ഈ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകുന്നതും സെക്ഷുവൽ തോട്ട്സ് ഉണ്ടാകുന്നതും. മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് 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 ചെയ്തു നോക്കിയാലോ, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു നോക്കും. ഒന്ന് പ്രണയിച്ചു നോക്കും, ഒന്ന് ലഹരി ഉപയോഗിച്ച് നോക്കും,
ഒന്ന് വേണ്ടാത്തതൊന്ന് കണ്ടു നോക്കും, ഒരു ഫോൺ കിട്ടിയാൽ അശ്ലീലം സെർച്ച് ചെയ്ത് നോക്കും, ഒന്ന് എല്ലാം അറിയാനുള്ള ഒരു ത്വരണ്ടാണ് ഒരു സമയമാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവ് സമയം കിട്ടുമ്പോഴാണ്. ഇപ്പൊ നമ്മളെ കുട്ടികൾ എന്ത് വെച്ച് കഴിഞ്ഞാല് ദീനീയായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന, ദഅവാ രംഗത്ത് സജീവമാകുന്ന കുട്ടികളായി മാറിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് പിന്നെ അവരുടെ കഴിവുകളും അവരുടെ സമയമൊക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. അപ്പൊ ഒരു ഹൈസ്കൂളിന്റെ മുകളിലേക്കുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പിന്നെ ആക്ടിവിറ്റീസ്, ഇപ്പൊ മദ്രസയുടെ കീഴിൽ തന്നെ നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസുകൾ നടത്താൻ സാധിക്കും. ഇസ്ലാഹി സെന്ററുകളുടെ കീഴിൽ ഒരുപാട് പരിപാടികളും മറ്റൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സംഘാടക പദവിയിലേക്ക്, ആ ഓർഗനൈസേഷൻ ലെവലിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരവിടെ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ നോക്കും ചെയ്യും. അവർ ദീനിന്റെ ഒരു മുഖമായിട്ട് മാറും. വജഅൽനാലിൽ മുത്തഖീന ഇമാമാണ് പ്രാർത്ഥനയുടെ ലാസ്റ്റ്. ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ എന്നാണ്. അപ്പൊ നമ്മളെ മക്കളെ ഇമാമാക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മക്കളെ. അപ്പൊ അവരെ ഇമാമാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, അറിഞ്ഞിടത്തോളം ഏറ്റവും കുട്ടികൾ വഴിതെറ്റാതിരിക്കാനുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് കുട്ടികളെ ദഅവ ഗ്രൂപ്പിൽ സജീവമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ അൽഹംദുലില്ലാ അവരവരുടെ ദീനീ കാര്യങ്ങളും ഒക്കെ ഒരു ബോധമുള്ളവരായിട്ട് മാറും. അവരുടെ ആ ഒരു നല്ല ചോരത്തിളപ്പിന്റെ കാലം അവർ നല്ല പ്രോഗ്രാം, ഇപ്പൊ പ്രോഫ്കോണും മംഗലാപുരത്തല്ലേ പ്രോഫ്കോൺ നടന്നത്, ആരാ സംഘാടകർ? ചെറിയ കുട്ടികളാണ് അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് മുഴുകുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് അഭിമാനിക്കാൻ പറ്റും ഇൻഷാ അള്ളാഹ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻസ് കൊടുക്കുക, അവരുടെ പോസിറ്റീവ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാണ് ഹലാലായ കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നമ്മൾ നിൽക്കുക. വീട്ടിലും അതുപോലെ തന്നെ നാട്ടിലും ഒക്കെ ഇസ്ലാമികമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ലൊരു മാതൃകയാക്കുക. അവന്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. ഇസ്ലാമികമായിട്ടുള്ള പിന്നെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുപ്പിക്കുക. അവരുടെ വിശ്വാസം അത് രൂഢമൂലമാക്കുക. അവരുടെ കർമ്മത്തിൽ അവർക്ക് വേണ്ട സപ്പോർട്ടും സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. ഏറ്റവും പ്രധാനം സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരോട് വർത്തിക്കുക. അവരെ നമ്മൾ വളർത്തുകയാണ്, തളർത്തുകയല്ല, നശിപ്പിക്കുകയല്ല, തകർക്കുകയല്ല എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മൾ വളർത്തുകയാണ് അവരെ. അപ്പൊ നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ചുകൊണ്ട് വേണം. നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ടാവില്ല, നീ എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിനക്ക് വൃത്തിയില്ല, വെടിപ്പില്ല, സമയനിഷ്ഠയില്ല, ഒന്നിനൊരു സൂക്ഷ്മതല്ല, എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് നിരന്തരമായി കേട്ട് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് കമന്റ് എന്താണോ അതായിട്ട് ആ കുട്ടി മാറും. കുട്ടി മാത്രമല്ല, നമ്മൾ തന്നെ മാറും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയാൻ നോക്കണ്ടി, നമ്മൾ വലിയവർ തന്നെ മാറും. നെഗറ്റീവ് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മാറും. അത് മനുഷ്യന്റെ ഒരു സ്വാഭാവികതയാണ്. അതുകൊണ്ട് ഇന്നറിലേക്ക്, കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ പോസിറ്റീവ്സ് ആണ് കൊടുക്കേണ്ടത്. നല്ല പോസിറ്റീവ് റിവാർഡ്സ് ആൻഡ് റിഗാർഡ്സ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വളരും. മാഷാ അല്ലാഹ്, എത്ര നല്ല കുട്ടി, എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്റെ ഖുർആനുമൊത്ത് അല്ലെ, എത്ര പെട്ടെന്നാണ് നീ ഹിഫ്ലാക്കിയത്, മാഷാ അല്ലാഹ്, നിന്നെ കുറിച്ച് ഉസ്താദിന് നല്ല അഭിപ്രായമാണ്. കുറച്ചൊക്കെ ഒരു നമ്മുടെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉസുറും പൊടിയും വേണമെന്നൊക്കെ പറയും. വലിയ വലിയ ആളായിരിക്കും, പക്ഷെ മര്യാദക്ക് സംസാരിക്കാനോ ഒരു കുട്ടിയുടെ ഹൃദയം പോലും തൊടാൻ പോലും കെൽപ്പില്ലാത്തവന് പിന്നെ എന്ത് ക്വാളിറ്റി, എന്ത് വാല്യൂ ഉള്ളത്? അതുകൊണ്ട് അത് മനസ്സിലാക്കുക. കുട്ടിയുടെ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് അവർക്ക് വേണ്ട മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പിന്നെ നമ്മൾ ഈ ദീന് കൊണ്ട് അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്സും ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും ഒക്കെ കുട്ടികളോട് ഇങ്ങനെ ഷെയർ ചെയ്യുക. ദീന് ഇല്ലാത്ത കാലവും ദീനുള്ള കാലവും അങ്ങനത്തെ ഒരു എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പറയാ. പിന്നെ ഈ സമ്മേളനങ്ങൾക്ക് ക്ലാസ്സുകൾക്കൊക്കെ കുടുംബസമേതം വരിക. അപ്പൊ നമ്മളെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് കുട്ടികൾക്കാണ് ബോധ്യപ്പെടണം. അല്ലാതെ വെറും മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കുട്ടി ദീനാവുന്നില്ല. പള്ളിക്ക് കൊണ്ടുവരണം, അതുപോലെ ഇത്തരം ക്ലാസ്സുകൾക്ക് ലൈവായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് കൊണ്ടുവരണം, സമ്മേളനങ്ങൾക്ക് കൊണ്ടുവരണം, പണ്ഡിതന്മാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം, നല്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഉണ്ടാവും, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ, ഏത് ഭാഷയാണോ അറിയാം അങ്ങനത്തെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിപ്പിച്ച് ഇങ്ങനത്തെ ചില കോണ്ടസ്റ്റുകളിലൊക്കെ അവരെ പങ്കെടുപ്പിച്ച് അങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു വളർത്തൽ നമുക്ക് ഈസിയർ ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇസ്ലാം നമ്മുടെ ലൈഫിലുള്ളതാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും കൊണ്ടെടുക്കേണ്ട സാധനമാണ്. നമ്മളതൊരു ഹെവി സാധനമായിട്ട് വേറെ ആയിട്ട് കാണണം കൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്. അത് നമ്മുടെ ലൈഫിന്റെ പാർട്ട് ആക്കിയിട്ട് മാറ്റുമ്പോൾ അത് വളരെ ഈസിയർ ആണ്. അപ്പൊ കുട്ടികളെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മൾ കൊണ്ടുപോകണമെന്നുള്ളൂ. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാണ്.
മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മക്കളെ ഡീൽ ചെയ്യുന്നിടത്ത് ഉപയോഗിക്കരുത്. അതൊക്കെ നമ്മൾ വേറെ എവിടെയും ചെയ്യാം. എന്താണോ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ നമ്മൾ ഏതെങ്കിലും കൗൺസിലർ ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിങ്ങോ മറ്റു ഇതിലൊക്കെ പോയിട്ട് നമ്മളെ പ്രശ്നം നമ്മൾ വേറെ പരിഹരിക്കുക. അല്ലാണ്ട് നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷനും, നമ്മുടെ എല്ലാ ദേഷ്യവും, നമ്മുടെ എല്ലാ ഇതും തീർക്കാനുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ വീടിനെയും നമ്മൾ മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. നല്ല ബോധത്തോടു കൂടെയും പ്രാർത്ഥനയോടു കൂടെയും പരസ്പര സഹായ സഹകരണത്തോടു കൂടെയും ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയും പരസ്പര സഹായ സഹകരണത്തോടു കൂടെയും മക്കളെ നന്നാക്കി വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇതൊരു ഇബാദത്താണ്. ഇതിനു വേണ്ടി എടുക്കുന്ന ടെൻഷൻ, എഫേർട്ട്, എവറിഥിങ് അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ നീയത്ത് വേണം. എൻ്റെ കുട്ടിയെ റിലീജിയസ് ആയിട്ട് വളർത്തിയിട്ട് ഇൻഷാ അള്ളാഹ് നല്ല ഒരു ഭൗതികമായിട്ടും ദീനീപരമായിട്ടും അവനെ വളർത്തി നല്ലൊരു കുട്ടിയാക്കി മാറ്റണം എന്ന നീയത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇബാദത്താണ്, ആരാധനയാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ നമ്മൾ നിർവഹിക്കുന്ന മറ്റു ആരാധനകൾ പോലെ അള്ളാഹു ആരാധനയായിട്ട് ഇത് കബൂൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കിക്കണ്ട് നമ്മൾ എന്തേ മുന്നോട്ട് പോവാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ഒരുപാട് തിരക്കുകളിൽ നിന്നും നമുക്ക് വേണ്ടി ഈ ഒരു ക്ലാസ് എടുത്ത മുനവ്വർ സലായിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അൽഹംദുലില്ലാ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേട്ടു. ദീനിയായിട്ട് എങ്ങനെ അവരെ വളർത്താം എന്നുള്ളതിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകൾ മുനവ്വർ സലായി നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ച് ജീവിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയൊരു പ്രാർത്ഥന വസിയത്ത് കൂടി നൽകുകയാണ്. നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലും RT നഗർ വെച്ച് ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്. നമ്മുടെ ബഷീർ കയുടെ വീട്ടിൽ വെച്ചാണ് ക്ലാസ് നടക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നമുക്കും ആ ഉമ്മാക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള എല്ലാ അപാകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി 10 മണിക്ക് ഇപ്പോൾ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. നാട്ടിൽ വെച്ച് മയ്യിത്ത് നിസ്കാരം നടക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകളിൽ നമ്മളെ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്ന ബാംഗ്ലൂർ ഇസ്ലാഹി സെൻ്ററിൻ്റെ ബഹുമാന്യരായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് അവരുടെ ദീർഘായുസ്സിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനകൾ, നമ്മുടെ പരസ്പര പ്രാർത്ഥനകൾ ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.